ഹായ്, നമസ്കാരം. സുബൈർ ബാബു, മാർട്ടിൻ ഭായ്. ഒരു ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ ലൈവിലൂടെ വന്നിരിക്കുകയാണ്. ഇതിനു മുമ്പ് നമ്മൾ കുറച്ച് വീഡിയോ ഇട്ടിരുന്നു അല്ലെ? ഒരു 3-4 എപ്പിസോഡ് ഞങ്ങൾ ഇട്ടിരുന്നു. നിങ്ങൾ എത്ര ആൾക്കാർ കണ്ടു എന്ന് നമുക്കറിയില്ല. കണ്ടവർ കണ്ടക്കും, കാണാത്തവർക്ക് വേണ്ടി ഞങ്ങൾ ലൈവിലൂടെ വന്നിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ വിഷയം എന്താന്ന് വെച്ചാല് സമകാലിക രാഷ്ട്രീയവും പാവപ്പെട്ടവന്റെ ജീവിതവും. ഇതാണ് ഞങ്ങളുടെ ടോപ്പിക്. മനസ്സിലാക്കണം. സമകാലിക രാഷ്ട്രീയവും പാവപ്പെട്ടവന്റെ ജീവിതവും. പാവപ്പെട്ടവന് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലൂടെയാണ് ഇന്ന് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്, മാർട്ടിൻ ഭായ്ക്ക്? ഇപ്പോ നമ്മൾ രണ്ടു കൂട്ടരും, നമ്മൾ ഒരാള് ക്രിസ്തു മതത്തിൽ വിശ്വസിക്കുന്നു, ഞാൻ ഒരാള് ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്നു. നമ്മൾ രണ്ടു കൂട്ടരും ഇപ്പൊ നോമ്പിന്റെ കാലഘട്ടത്തിലുമാണ്. നമ്മളിപ്പോ എടുത്ത വിഷയം തന്നെ വളരെ എന്താ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടതും നമ്മുടെ അടുത്ത തലമുറയെ കുറിച്ചുള്ള കാര്യങ്ങളും കൂടിയാണ് അല്ലെ? അപ്പം അതിനെ കുറിച്ച് ഞാൻ ബാപ്പുവിനോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് നമ്മുടെ ഈ പുതുതലമുറയെല്ലാം ഇങ്ങനെ ഒരു വഴിപിഴച്ച രീതിയിലേക്ക്, അല്ലെങ്കിൽ ഈ മയക്കുമരുന്ന് തുടങ്ങിയ ജീവിതത്തിനെ താളം തെറ്റുന്ന രീതിയിലേക്ക് അവർ പോകുന്നത് കാരണം എന്തായിരുന്നു? അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളാട്ടോ പറയുന്നത്. കാരണം നമ്മൾ അങ്ങനെ ഒരു വലിയൊരു ചിന്തയിൽ പ്രവർത്തിക്കുകയോ ചിന്തിച്ച് നിങ്ങളോട് വലിയൊരാളായിട്ട്, അതായത് പ്രേക്ഷകരോടും നിങ്ങളോടൊന്നും വലിയൊരാളായിട്ട് സംസാരിക്കല്ല. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടതും നമ്മൾ ആക്കിയതുമായ വിഷയങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതായത് ഞാൻ മനസ്സിലാക്കിയതും ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുമായ വിഷയങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. നമ്മളെ പുതുതലമുറ എന്തുകൊണ്ട് ലഹരിയിലേക്ക് പോകുന്നു എന്നതാണല്ലോ നിങ്ങൾ ചോദിക്കുന്നത്. പുതിയ തലമുറ എന്തുകൊണ്ട് ലഹരി ബിസിനസ്സിലേക്ക് ഇറങ്ങാനുള്ള കാരണം ഞാൻ മനസ്സിലാക്കുന്നത്, ഒന്ന്, നമ്മളെ കേരളത്തിലെ തൊഴിലില്ലായ്മ തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു വിഷയം. കാരണം ഇപ്പോ എന്റെ മക്കൾക്ക് ഒരു 18-20 വയസ്സായി. നമ്മളെ സ്കൂൾ പഠനവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മക്കളെ നമ്മളെ ഒരു എന്താ പറയാ, മക്കളെ വളർത്തുന്നതിനാണ് നമുക്കൊരു ഉപകാരം കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ടാണല്ലോ മക്കളെ നമ്മൾ വളർത്തുന്നത്. ആ മക്കൾക്ക് ജോലിക്കൊരവസരം ഇല്ല. അതായത് ഒരു കൂലിപ്പണി പോലും കിട്ടാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് ഇന്ന് നമ്മളെ മക്കൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം കൂലിപ്പണിയിലൊക്കെ ചെറിയ ചെറിയ കൂലികൾക്കൊക്കെ മറ്റുള്ള അന്യ സംസ്ഥാനക്കാർ ഇങ്ങോട്ട് ചേക്കേറുമ്പോൾ നമ്മൾക്ക് അവിടെ അവസരങ്ങൾ നഷ്ടപ്പെടുക നമ്മളെ മക്കൾക്ക്. പിന്നെ നമ്മളെ മക്കൾക്ക് അവസരം കിട്ടേണ്ടത് എന്താണ്? അവർ പഠിപ്പിക്കുകയാണ്. നമ്മളെ മക്കളെ നല്ല എന്താ പറയാ, കോൺക്രീറ്റ് കൊണ്ട് നമ്മളെ എന്താ പറയാ, ഇതിന്റെ എന്താ പറയാ, ഫൗണ്ടേഷൻ അല്ലെ, അടിത്തറ നമ്മൾ ഉറപ്പിക്കുന്നുണ്ട് കോൺക്രീറ്റ് കൊണ്ട്. ഈ LKG UKGയിലൊക്കെ നമ്മൾ ഇംഗ്ലീഷ് മീഡിയത്തിലൊക്കെ ഉണ്ടാക്കും. എന്നാൽ 10ാം ക്ലാസ് കഴിഞ്ഞ മക്കളെ നമ്മൾ എത്രത്തോളം ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചാൽ മതി. കാരണം അവരെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. ഇനി ശ്രദ്ധിച്ച മക്കൾ തന്നെ നല്ല പഠിച്ച് +2-ലെല്ലാം നല്ല മാർക്ക് കിട്ടി നല്ല ജോലി കിട്ടിയാൽ തന്നെ, അല്ലെങ്കിൽ ജോലിക്ക് അവർ തയ്യാറായാൽ തന്നെ കേരളത്തിൽ ജോലി ഉണ്ടോ? ഇല്ല. പിന്നെ ഈ മക്കൾ എന്ത് ചെയ്യും? ഇപ്പൊ നിങ്ങളെ മക്കളാണെങ്കിൽ, എന്റെ മക്കളാണെങ്കിൽ, എന്റെ മകനോട് ഞാൻ പറയാം, എടാ 10-20 വയസ്സായില്ലേ നിനക്ക്, എന്തെങ്കിലും ഒരു ജോലിക്ക് പോയിക്കൂടെ? എന്താ നീ വാപ്പി ഇമ്മയും കൂടുന്നത്, അച്ഛനും അമ്മയും കൂടുന്നത്, ഇങ്ങനെ ഇരുന്ന് നക്കിയാൽ മതിയോ എന്നൊരു ചോദ്യം ഒരു മോനോടെങ്കിലും ചോദിക്കാത്തതായിട്ട് രക്ഷിതാക്കൾ ഉണ്ടാവില്ല. എല്ലാവരും ചോദിച്ചിരിക്കും അല്ലെ?